ഗാന്ധി വിചാരധാര കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് വൈപ്പിങ്കരയിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിൽ കഴിഞ്ഞ 16 വർഷങ്ങളായി തുടർച്ചയായി നടത്തി വരുന്ന ഗാന്ധി കലോത്സവത്തിൻ്റെ സമ്മാന വിതരണ ചടങ്ങിനോടനുബന്ധിച്ച് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷത്തിന് മുമ്പാണ് ബാപ്പു പുരസ്കാരവും കേരള സംസ്ഥാന തലത്തിൽ ഗാന്ധിയൻ പ്രവർത്തന രംഗത്ത് നിസ്തുലമായ പ്രവർത്തന മാതൃകകൾ കാണിക്കുകയും എന്നാൽ അർഹമായ അംഗീകാരമോ അല്ലെങ്കിൽ വേണ്ട ആദരവോ ലഭിക്കാത്തവരെ കണ്ടെത്തി കസ്തൂർബ ഗാന്ധി പുരസ്കാരം നൽകാൻ തീരുമാനിക്കുകയും അതോടൊപ്പം വൈപ്പിക്കരയിലെ വിവിധ മേഖലകളിൽ ഗാന്ധിയൻ പ്രവർത്തന മികവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ 2ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഗാന്ധി വിചാരധാര ഡോക്ടർ ജേക്കബ് പുളിക്കന് സമർപ്പിക്കുന്ന 2026 ബാപ്പു പുരസ്കാരം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് സംജാതമാക്കുവാൻ ചെറുകിട ഉൽപാദന വിതരണ വികസന ശൃംഖലയെ നിലനിർത്തുവാൻ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുവാൻ, ഊർജ്ജസ്വലവും നിരന്തരവുമായ ഗാന്ധിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ വ്യത്യസ്ത മേഖലകളിൽ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന ഡോക്ടർ ജേക്കബ് പുളിക്കന് ബാപ്പു പുരസ്കാരം അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു. നമുക്കൊരു വലിയ കൈയ്യടി നൽകിയ അദ്ദേഹത്തെ ആദരവറിയിക്കാം. സാമൂഹ്യ പ്രവർത്തനത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ കേരളത്തിന് പരിചയപ്പെടുത്തിയ ഡോക്ടർ ജേക്കബ് പുളിക്കൻ. ഒരു കൈയ്യടി കൊടുക്കാം നമുക്ക് അദ്ദേഹത്തിന്. ഇപ്പോൾ ബഹുമാന്യ വാലികൽ പിതാവിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുന്നു. അത്യന്തം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് ഈ ദിവസം ഗാന്ധി വിചാരവേദി നടത്തുന്ന ഗാന്ധി സ്മൃതി എന്ന അനുഗ്രഹീതമായ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകം അല്ലെങ്കിൽ ഈ ഭൂമി ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതും ജീവിക്കുവാൻ തോന്നാത്തതുമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് നൊമ്പരപ്പെടാറുണ്ട്. കാരണം ലഹരിയുടെ വലിയ വർധനവ്, ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിതം വേണ്ട എന്ന് വയ്ക്കുന്നവർ, ഏറി വരുന്ന കൊലപാതകങ്ങളുടെ നിര, അത് പലപ്പോഴും ഓരോ പ്രഭാതത്തിലും പത്രമാധ്യമങ്ങളിലൂടെ നിരാശ സമ്മാനിക്കുകയാണ്. ഈ നിരാശയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വ്യാപരിക്കുന്ന തിന്മയ്ക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാവുക എന്ന് ഓരോ ദിവസവും ചിന്തിക്കാതെ പ്രഭാതം ഉണർന്നെഴുന്നേൽക്കുവാൻ സാധിക്കാറില്ല. ആ സാഹചര്യത്തിൽ ക്രൈസ്തവ പുരോഹിതരായി ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥവചനം കൂടുതൽ ആളുകളെ പഠിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം അത് അവരെ നന്മയിലേക്ക് നയിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഓരോ മതങ്ങളും അവരവരുടേതായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഗാന്ധിജിയെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ശ്രേഷ്ഠരുമായ വ്യക്തിത്വങ്ങളുമായി വീണ്ടും പരിചയപ്പെടുവാനായിട്ട് നമ്മുടെ പുതുതലമുറയെ സജ്ജരാക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ കാലയളവിലെ ഈ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി വിചാരധാര നടത്തുന്ന ഈ പരിപാടി ശ്രേഷ്ഠമാണെന്ന് ഞാൻ പറഞ്ഞത്.
കാരണം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയം പ്രത്യേകമായൊരു ഗതിയിലൂടെ മുൻപോട്ട് പോവുകയാണ്. ഭരിക്കുക, പണമുണ്ടാക്കുക, അല്ലെങ്കിൽ അധികാരം കൈമുതലാക്കുക, അതായി രാഷ്ട്രീയത്തിൻ്റെ ഗതി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിൻ്റെ യഥാർത്ഥ ഗതിയിലൂടെ നയിച്ചിരുന്ന ഗാന്ധിയൻ ആശയങ്ങളെ തുടച്ചു നീക്കുവാൻ, ഗാന്ധിയുടെ ഫോട്ടോ റിമൂവ് ചെയ്യുന്നതിനും ഗാന്ധി സ്റ്റാച്യുവിനെ അവമതിക്കുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സംസ്കൃതിക്ക്, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക്, അല്ലെങ്കിൽ ഭാരത മനുഷ്യ മനസ്സാക്ഷിക്ക് നിരക്കാത്ത രീതിയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഉദ്യോഗ തലമെടുത്താൽ, രാഷ്ട്രീയ തലമെടുത്താൽ അഴിമതി ഇന്ന് അരങ്ങു വാഴുകയാണ്. ഈ അഴിമതിയിൽ നിന്ന്, അല്ലെങ്കിൽ യഥാർത്ഥമായ രാഷ്ട്രീയ സംശുദ്ധിയിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള ഗാന്ധി വിചാരധാരകൾ നൽകുന്ന ആ ശക്തിയിലൂടെ ഊന്നിയ നേതാക്കളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിജീവിത വിശുദ്ധീകരണത്തിനും, അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും സംസ്കാരപരമായുമുള്ള നമ്മുടെ നവീകരണത്തിനും, അതോടൊപ്പം ഇന്ന് സർവ്വമതങ്ങളും ഒന്നു ചേർന്നുകൊണ്ട് ഐക്യത്തിൽ കൈകോർത്ത് മുന്നോട്ട് പോകുവാനുള്ള സംരംഭങ്ങൾക്കുമൊക്കെ ഇനിയും നമ്മുടെ നാട് വേദിയാകണമെങ്കിൽ ഗാന്ധി വിചാരധാര നടത്തുന്നത് പോലെയുള്ള ഇതുപോലെയുള്ള ഗാന്ധിജിയൻ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടുന്നത് ഇന്നിൻ്റെ ആവശ്യമാണ്. പലപ്പോഴും ഇന്നത്തെ സംസ്കാരം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കാണുന്നത് ഒരു പോളറൈസേഷനാണ്. മതങ്ങളുടെ പേരിൽ ഹൈന്ദവനെന്ന്, അല്ലെങ്കിൽ മുസ്ലിം എന്ന്, അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്ന രീതിയിൽ വളരെയധികം അകന്നകന്നു പോകുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ നാട് മാറുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട ധന്യാത്മാവായ ഗാന്ധിജി വീണ്ടും ഇവിടെ അവതാരമെടുക്കുകയും ഗാന്ധിജിയുടെ അവതാരത്തിലൂടെ അത്തരത്തിലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും നേതാക്കളുമായ വ്യക്തിത്വങ്ങളിലൂടെ നമ്മുടെ നാടിനെ വീണ്ടും ഐക്യത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെതുമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അപകടകരമായ ഈ കാലഘട്ടങ്ങളിൽ വീണ്ടും ഗാന്ധിയുടെ തത്വങ്ങളെ, ഗാന്ധിയുടെ ആ നല്ല മാർഗങ്ങളെ, ഗാന്ധിയുടെ ലാളിത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഗ്രാമക്ഷേമത്തിൻ്റെതുമായ നടപടികളെ നമ്മൾ അവതരിപ്പിക്കുകയും അതിന് പ്രചോദനം നൽകുവാനായിട്ട്, അതിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമ്മുടെ ഇന്നത്തെ തലമുറയെ പ്രാപ്തമാക്കുകയും ചെയ്യേണ്ടുന്നത് ഇന്നിൻ്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സംരംഭത്തിൽ കൈകോർക്കാനായിട്ട് പരിശ്രമിക്കാം എന്ന് ഞാൻ ഇത്തരുണത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാന്ധി വിചാരധാര പ്രവർത്തികളെ അവർ ചെയ്യുന്ന സംഘടനയെ ഞാൻ അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ അഴിമതിക്ക് എന്ത് പരിഹാരം, അല്ലെങ്കിൽ പോളറൈസേഷൻ എന്ത് പരിഹാരം, അല്ല എങ്കിൽ ഇന്ന് കൂടി വരുന്ന അധാർമികതയ്ക്ക് എന്ത് പരിഹാരം, അതിനൊരു പരിധി വരെ പരിഹാരം കാണാൻ, അങ്ങനെ ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ മറികടക്കാനായിട്ട് ഇന്നും പുലരേണ്ടുന്ന, ഇന്നും ഉണരേണ്ടുന്ന, ഇന്നും പുനർജീവിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് ഗാന്ധിജി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ആയതിനാലും ഗാന്ധിജിയെ കായികമായിട്ടല്ല എങ്കിലും ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ പഠിപ്പിക്കലുകളിലൂടെയൊക്കെ പുനർജീവിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ പരിശ്രമത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ഗാന്ധി വിചാരധാര നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ വെച്ച് അവാർഡ് സ്വീകരിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. അതോടൊപ്പം മത്സരങ്ങളിൽ വിജയികളായിട്ട് നമ്മുടെ കുട്ടികളുണ്ട്. അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പ്രിയ കുട്ടികളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ ആശയങ്ങളെ നിങ്ങൾ പഠിക്കുകയും ചിത്രങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ഈ മത്സരങ്ങളിലൂടെയും ഒക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ രീതിയിൽ മുൻപോട്ട് പോകുവാനുള്ള കരുത്തും പ്രാപ്തിയുമാണ് നിങ്ങൾ ആർജിക്കുക. അതുകൊണ്ട് ഈ ഗാന്ധിജിയൻ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾ കൂടുതൽ തൽപരരാകുവാനും ഗാന്ധിജിയുടെ ആത്മകഥയും അതോടൊപ്പം തന്നെ മറ്റു പുസ്തകങ്ങളുമൊക്കെ
വായിച്ചുകൊണ്ട് കുറെ കൂടെയൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ നവീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളിലൊന്നായ പത്രപ്രവർത്തന മേഖലയിൽ അന്വേഷണാത്മകമായും സൃഷ്ടിപരമായി ഇടപെട്ട് നാടിൻ്റെ വികസന പ്രക്രിയയെ സക്രിയമാക്കിയ മാതൃഭൂമി ലേഖകൻ ശ്രീ P.G. ലാലന് ഗാന്ധി വിചാരധാര അഭിമാനപൂർവ്വം ഗാന്ധി പുരസ്കാരം സമർപ്പിക്കുന്നു. ഗാന്ധി വിചാരധാര ശ്രീ സ്നേഹചന്ദ്രൻ ഏഴിക്കരയ്ക്ക് സമർപ്പിക്കുന്ന 2026 ഗാന്ധി പുരസ്കാരം കലാസാഹിത്യ നാടകരംഗത്ത് തൻ്റെ പ്രതിഭയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും പുതുതലമുറയെ മാനവിക മൂല്യങ്ങളിലൂടെ വഴി നടത്തുകയും ചെയ്ത ശ്രീ സ്നേഹചന്ദ്രൻ ഏഴിക്കരയ്ക്ക് ഗാന്ധി വിചാരധാര അഭിമാനപൂർവ്വം ഗാന്ധി പുരസ്കാരം സമർപ്പിക്കുന്നു. ഗാന്ധി വിചാരധാര റവറൻഡ് സിസ്റ്റർ മാർഗ്രറ്റ് കാക്കശ്ശേരിക്ക് സമർപ്പിക്കുന്ന 2026 ഗാന്ധി പുരസ്കാരം കാരുണ്യം, ലാളിത്യം, ആത്മാർത്ഥത, കാര്യക്ഷമത എന്നീ മൂല്യങ്ങൾ മുഖമുദ്രയാക്കി ഫോർട്ട് കൊച്ചി സെൻറ് മേരീസ് LP സ്കൂളിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന പ്രധാന അധ്യാപിക റവറൻഡ് സിസ്റ്റർ മാർഗ്രറ്റ് കാക്കശ്ശേരിക്ക് ഗാന്ധി വിചാരധാര അഭിമാനപൂർവ്വം ഗാന്ധി പുരസ്കാരം സമർപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ സിസ്റ്റർ. ഗാന്ധി വിചാരധാര ശ്രീമതി ഷിനി NAക്ക് സമർപ്പിക്കുന്ന 2026 ഗാന്ധി പുരസ്കാരം വിദ്യാർത്ഥികളുടെയും വിദ്യാലയത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് ഊന്നൽ നൽകി അധ്യാപന രംഗത്ത് മാതൃകയായ ശ്രീമതി ഷിനി NAക്ക് ഗാന്ധി വിചാരധാര അഭിമാനപൂർവ്വം ഗാന്ധി പുരസ്കാരം സമർപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ ഷിനി ടീച്ചർ. ഷിനി ടീച്ചർക്ക് ഒരു നല്ല കൈയടി കൊടുക്കൂ. ഗാന്ധി വിചാരധാര ശ്രീ രാഘവൻ അയ്യപ്പള്ളിക്ക് സമർപ്പിക്കുന്ന 2026 ഗാന്ധി പുരസ്കാരം സാമൂഹ്യ സാംസ്കാരിക ജീർണതയ്ക്കെതിരെ ഓട്ടംതുള്ളൽ കലാരൂപത്തെ മാധ്യമമാക്കി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ശ്രീ രാഘവൻ അയ്യപ്പള്ളിക്ക് ഗാന്ധി വിചാരധാര അഭിമാനപൂർവ്വം ഗാന്ധി പുരസ്കാരം സമർപ്പിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ ശ്രീ രാഘവൻ സാർ. സ്വാതന്ത്ര്യം 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 ഇതുപോലൊരു നാട്
ഭാരതഭൂമി ജന്മഭൂമി ധിരനദി 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 ധിരന 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 ധിരനതോ അറബിക്കടല തഴുകി ഉണർത്തിയ ഹരിത സുന്ദര പൊളിനം ഒഴുകും പുഴകളും ഇടറും മലകളും ഇളകിയാടിരും പൊളിനം കാശ്മീരികളുടെ ഇന്ത്യ ഇതു പഞ്ചാബികളുടെ ഇന്ത്യ ബംഗാളികളും ബിഹാരികളും കൈകോർത്തിയിടുമൊരിന്ത്യ നാനാത്വത്തിലുമേകത്വം ജീവിതമാക്കി